ഹാപ്പിയിൽ ലിറിക്സിൽ തുറവൂരിനറിയാം. തുറവൂർ എഴുതുമ്പോൾ നമ്മളതിൻ്റെ ബേസിക് ഘടനയാണ് എടുക്കുന്നത്. ബേസിക് അയാൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു, അവിടെ പോയിട്ട് ഹൈദരാബാദ് എത്തിയിട്ട്, അപ്പം അതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. അതില് ഈ ഹാപ്പി അടിപൊളി ലുക്ക് ഹാപ്പി അതിൽ 2 വേർഷൻ വരുന്നുണ്ട്. ആദ്യം നോർമൽ യങ്സ്റ്റേഴ്സ് പെണ്ണുണ്ടേൽ ഹാപ്പി, അത് കഴിഞ്ഞിട്ട് ഈ ബണ്ണി എന്നുള്ള ക്യാരക്ടറുടെ വേർഷൻ വരുന്നുണ്ട്. അതിൽ മാറും. ചിന്തകൾ അങ്ങനെയല്ല. അതായത് പോക്കറ്റ് മണി ഉണ്ടേൽ ഞാൻ ഹാപ്പി, അതായത് ഇവിടെ മൊത്തം ഗേൾസും പബും ലൈഫായിട്ട് അവസാനം ഈ ക്യാരക്ടറിന്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറും. അത് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനൊക്കെ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഒരു സിനിമ ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിരുന്നാൽ ഒരു സിനിമയുടെ ഒരു 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 ഇപ്പം ഞാൻ ലാസ്റ്റ് അല്ലു അർജുൻ്റെ പടം ചെയ്ത അങ്ങ് വൈകുണ്ഠപുരമാണ്. അതിലെനിക്ക് വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇടപെടേണ്ട കാര്യം വളരെ സീരിയസ് ആയിട്ട് വേണ്ടി വന്നത് ഒരൊറ്റ സോങ്. അതായത് ഈ അല്ലു അർജുൻ അങ്ങ് വൈകുണ്ഠപുരത്തിൽ ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ഒരു 5-6 സോങ് പാടുന്നു. ഈ 5-6 സോങ്ങും ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതിയിട്ട്, ഇത് എഴുതുന്നതല്ല, അതിന് മാച്ചാവുന്ന തരത്തിൽ അതിൻ്റെ RR എടുക്കണം. സാറാണ് എഴുതിയത് വരികൾ? ആ വരികൾ സിനിമയിലെ പാട്ടുകളല്ല, ബിറ്റുകളല്ല, മീറ്റിംഗ് ടേബിളിലെ ആ സ്ലീക്വൻസ് അല്ല ഞാൻ എഴുതിയത് ഒരൊറ്റ രാത്രി. അത് ഭയങ്കര പാടാ. കാരണം എന്താ വെച്ചാ തെലുങ്കില് അവിടുത്തെ പവൻ കല്യാണം, ചിരഞ്ജീവി ഒക്കെ റെഫറൻസിൽ വരുന്ന പാട്ടുകളാണ്. അത് നമുക്ക് ഇവിടെ ഒരിക്കലും ആ മാച്ചിങ് പാട്ടുകൾ കിട്ടില്ല.